First of all, thank you for being here today. My name is Adra. My name is Rajashri. We are working with Capstocks F&O team. Today we will explain some basics of options, and also we will introduce two option strategies. എല്ലാവരും ഇക്വിറ്റിയിൽ ക്യാഷ് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ കേസിൽ വരുമ്പം എല്ലാവരും കുറച്ച് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഹൈ ലോസ്, ഹൈ റിസ്ക്, ഇതൊക്കെയാണ് നമ്മൾ ഡെറിവേറ്റീവിൽ മെയിനായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ലോസുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജീസ്, അതുപോലെ ഒരു ഓപ്ഷനിൽ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്, ഇതെല്ലാം അറിയാവുന്ന ഒരാൾ ഏതൊരു മാർക്കറ്റായാലും, അതായത് ബുള്ളിഷ്, ബെയറിഷ്, ന്യൂട്രൽ, ഏതൊരു മാർക്കറ്റായാലും അയാൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യും. ബിക്കോസ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമുക്ക് ഇൻ ഡെപ്ത് നോളജും കാൽക്കുലേഷൻ, മാത്സ്, ലോട്ട് ഓഫ് മാത്സ് ഒക്കെ നീഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തറവായിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഹ്യൂജ് ലോസസ് ഒക്കെ ഉണ്ടാകുന്നത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും. നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ F&O എന്നെല്ലാം ഒരുമിച്ച് പറയുമെങ്കിലും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ്. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. അതായത് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു ഫിക്സഡ് പ്രൈസിൽ നമ്മൾ ഒരു അസറ്റിനെ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും എഗ്രി ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ആ ഫ്യൂച്ചർ ഡേറ്റിനെയാണ് നമ്മൾ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ആ എക്സ്പയറി ഡേറ്റിൽ നമ്മൾ ആ പൊസിഷൻ ക്ലോസ് ചെയ്തിരിക്കണം. എന്നാൽ ഇത് ഇൻഡെക്സിലും ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റോക്കിലും ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. ഇൻഡെക്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ്. അതായത് നമ്മൾ ക്ലോസ് ചെയ്യാൻ മറന്നുപോയാൽ നമുക്ക് ഫിസിക്കൽ ഡെലിവറി വരും. സ്റ്റോക്കിൻ്റെ കേസിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ നമുക്കൊരു ഇനിഷ്യൽ മാർജിൻ നീഡഡാണ്. ഈ ഇനിഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അല്ലാതെ ഒരു നിഫ്റ്റി അതിൻ്റെ ഫുൾ കോൺട്രാക്റ്റ് വാല്യൂവിൽ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ബിഗർ എമൗണ്ട് ആണ്. പക്ഷേ നമുക്ക് ഫ്യൂച്ചേഴ്സിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാർജിൻ വെച്ചിട്ട് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു നിഫ്റ്റി ഒരു 20,000 ട്രേഡ് ചെയ്യുവാണ്, ലോട്ട് സൈസ് 50 ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 10 lakh rupees ആണ്. പക്ഷേ നമുക്ക് ഫ്യൂച്ചേഴ്സിൽ എൻറ്റർ ചെയ്യാൻ അതിൻ്റെ ഒരു മാർജിൻ റിക്വയർമെൻറ്റ് കാണും. 10%, 20%, 30% അങ്ങനെ. ഇപ്പോൾ 10% ആണെങ്കിൽ ഇപ്പോൾ 1 lakh. അതായത് നമ്മൾ അത്രയും റുപ്പീസ് കൊടുത്തിട്ട് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ റിസ്ക്കും ഹൈ പ്രോഫിറ്റും ആണ്. അതായത് ചെറിയൊരു പ്രൈസ് അപ്പ് മൂവ് ഉണ്ടാകുമ്പം തന്നെ നമുക്കൊരു ബിഗർ, ഒരു നല്ലൊരു സിഗ്നിഫിക്കൻറ്റ് പ്രോഫിറ്റ് നമുക്കതിന് ജനറേറ്റ് ചെയ്യും. കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇത്രയും വലിയൊരു കോൺട്രാക്റ്റ് സൈസിലുള്ള പൊസിഷനാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരു ഡൗൺഫോൾ ഉണ്ടാകുമ്പോഴും നമുക്ക് അത്രത്തോളം ലോസ് ഉണ്ടാകും, കാരണം ഒരു ബിഗർ പൊസിഷൻ ആയതുകൊണ്ട്. പിന്നെ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഹെഡ്ജിങ്ങിനും അതുപോലെ സ്പെക്കുലേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡേ ടു ഡേ, മാർക്കറ്റ് ടു മാർക്കറ്റ് ഡെയിലി ആണ്. അതായത് ഇന്ന് നമ്മുടെ പൊസിഷന് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് തന്നെ നമ്മുടെ പ്രോഫിറ്റ് ക്രെഡിറ്റ് ആവും. എന്നാൽ ലോസ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡെബിറ്റ് ആവുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ഓപ്ഷൻ. ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഓപ്ഷൻ എന്ന് പറയുന്നത് ബയർ ഗെറ്റ് ദ റൈറ്റ്. ഒരു ബയറിന്, ഓപ്ഷൻ ബയറിന് ഇവിടെ റൈറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ഡേറ്റിൽ ഒരു സ്പെസിഫിക് പ്രൈസിൽ നമുക്കത് ബൈ ചെയ്യാനുള്ള റൈറ്റാണ് കിട്ടുന്നത്. ഓപ്ഷൻസിൽ രണ്ടെണ്ണമാണ് മെയിനായിട്ടുള്ളത്. കോൾ ഓപ്ഷനും ഉണ്ട്, പുട്ട് ഓപ്ഷനും ഉണ്ട്. കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ബയറിന് റൈറ്റ് കിട്ടുവാണ് ഒരു അസറ്റ് ബൈ ചെയ്യാൻ. എന്നാൽ പുട്ട് ഓപ്ഷനിൽ ആ ബയറിന് ഒരു റൈറ്റ് കിട്ടുവാണ് ആ അസറ്റ് സെല്ല് ചെയ്യാൻ. ഇതും കൂടുതലായിട്ട് ക്യാഷ് സെറ്റിൽഡ് ആണ്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഹെഡ്ജിങ്ങിനും സ്പെക്കുലേഷനും പിന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാനുമാണ് കൂടുതലായിട്ട് ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഓപ്ഷൻ ട്രേഡിംഗ്? ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ലോസസും കാര്യങ്ങളും ഉണ്ടാവുന്നത്. അതായത് വി ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഓപ്ഷൻ ട്രേഡിംഗ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു റൈറ്റ് കിട്ടുവാണ് ബയർ. ഒരു ഓപ്ഷൻ ബയറിൻ്റെ കേസാണ് പറയുന്നത്. ഓപ്ഷൻ ബയറിന് ഒരു റൈറ്റ് കിട്ടുവാണ് ഒരു അസറ്റ് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഉള്ള റൈറ്റ്. ഈ റൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ബയർ ഒരു ചെറിയൊരു എമൗണ്ട് പേ ചെയ്യണം. ആ എമൗണ്ടിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. പിന്നെ ബയറിൻ്റെ കേസിൽ ബയർ ഹാസ് എ ചോയ്സ്.
ഈ ഓപ്ഷൻസിൽ ബയറിന് ഒരു ചോയ്സ് ഉണ്ട്. നമ്മുടെ എക്സ്പയറി ഡേറ്റിൽ ബയറിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് എക്സസൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. ആൾക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്കത് എക്സസൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണോ നമ്മൾ പ്രീമിയം ആയിട്ട് പേ ചെയ്തത് ആ ഒരു എമൗണ്ട് മാത്രമേ അവിടെ ലോസ് ആയിട്ട് പോകത്തുള്ളൂ. പക്ഷേ അതേസമയം സെല്ലറിൻ്റെ കേസിൽ സെല്ലർ ഒരു മാർജിൻ കൊടുത്തിട്ട് വേണം ഇതിലേക്കൊക്കെ എൻറ്റർ ചെയ്യാൻ. അതായത് സെല്ലറിന് ഇവിടെ നല്ലൊരു ഹ്യൂജ് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ മാർജിൻ്റെ ഇഷ്യൂസ് വരുന്നത്. നമ്മൾ നല്ലൊരു മാർജിൻ കൊടുത്തിട്ടാണ് സെല്ലർ ഇതിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. അപ്പം ബയറിന് ഈ സെല്ലറിൻ്റെ കേസിൽ വരുവാണെങ്കിൽ സെല്ലറിന് ഒബ്ലിഗേഷനാണ്, ബയറിന് റൈറ്റും. അതായത് ബയർ ഈ കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ സെല്ലർ എന്തായാലും അത് ഒബ്ലിഗേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫാക്ടറാണ് സ്ട്രൈക്ക് പ്രൈസ്, എക്സ്പയറി ഡേറ്റ് ആൻഡ് ഓപ്ഷൻ പ്രീമിയം. വൈ ഓപ്ഷൻ ട്രേഡിങ്? അതായത് നമുക്കിപ്പം സാധാരണ ഒരു ക്യാഷ് മാർക്കറ്റിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലോ റിസ്ക് ആണ്, നമുക്ക് ലോങ് ടൈം ആയിട്ടുള്ള ഗോൾസിനൊക്കെ നല്ലതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ട്രേഡിങ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന്? അതായത് ഒരു ഷോർട്ട് ടൈമിൽ ഒരു ഷോർട്ട് ഫണ്ട് വെച്ചിട്ട് നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതേ ടൈം തന്നെ ഒരു ഷോർട്ട് ടൈമിൽ ഷോർട്ട് ഫണ്ട് വെച്ചിട്ട് ഹ്യൂജ് ലോസ് വരാനും ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ബെറ്റർ ഓപ്ഷൻ സ്ട്രാറ്റജീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോസസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് വൈ ഓപ്ഷൻ ട്രേഡിങ്? ഫസ്റ്റ് വൺ ഈസ് പ്രോഫിറ്റ് ഇൻ എനി മാർക്കറ്റ്. അതായത് ഇപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് ആയാലും ബെയറിഷ് മാർക്കറ്റ് ആയാലും ന്യൂട്രൽ മാർക്കറ്റ് ആയാലും വി ഹാവ് പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻ സ്ട്രാറ്റജീസ്. ഓപ്ഷൻ സ്ട്രാറ്റജീസ് തറവായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അത് ഏതൊക്കെ മാർക്കറ്റിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. അതുപയോഗിച്ച് അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ലിവറേജ്. നെക്സ്റ്റ് വൺ ഈസ് ലിവറേജ്. ലിവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൈ വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക്, ഇപ്പം നല്ലൊരു വാല്യൂ ഉണ്ട് ആ സ്റ്റോക്കിന്, അതിൻ്റെ ഒരു പോർഷൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷൻസ് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹെഡ്ജിങ്. ഇപ്പം നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു സൈസിൽ സ്റ്റോക്സ് കാണും. അതൊരു ഡൗൺഫോൾ വരുവാണെങ്കിൽ നമുക്കതിൽ നിന്ന് നല്ലൊരു ലോസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ അതിന് പകരം ആ ഒരു സ്റ്റോക്കിൻ്റെ ലോങ് പുട്ടോ അല്ലെങ്കിൽ ഷോർട്ട് കോളോ നമ്മൾ വാങ്ങിച്ചിട്ടാൽ ആ ഡൗൺഫോളിലുണ്ടാകുന്ന ലോസസ് നമുക്ക് അതിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും. അതിന് ഹെഡ്ജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി. അതായത് മാർക്കറ്റ് വ്യൂ അനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻകം ജനറേഷൻ. ഓപ്ഷൻസ് സെല്ല് ചെയ്തുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സെല്ലേഴ്സിന് കിട്ടുന്നത് ഈ ബയേഴ്സ് എന്താണോ പേ ചെയ്യുന്നത് അതാണ് സെല്ലേഴ്സിന് കിട്ടുന്നത്. അതായിരിക്കും അവരുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് ഇൻകംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ലിമിറ്റഡ് റിസ്ക് ഫോർ ബയേഴ്സ്. ബയേഴ്സിന് മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ അവർ എത്ര രൂപയാണോ പേ ചെയ്തത് ആ പ്രീമിയത്തിന് ആ ഒരു ലോസ് മാത്രമേ ഉണ്ടാകൂ. പിന്നെ കസ്റ്റം സ്ട്രാറ്റജി. ഇപ്പം നമ്മുടെ റിസ്ക്കും നമ്മുടെ ഗോൾസിനെയും വെച്ച് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റും. ഇനി സൈസ് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് റാങ്കിങ് ദ വേൾഡ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് NSEയുടെയും BSEയുടെ അപ്രോക്സിമേറ്റ്ലി $5.3 trillion ആണുള്ളത്. ദിസ് മേക്സ് ഇന്ത്യ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്വിറ്റി മാർക്കറ്റ് ഗ്ലോബലി. ഗ്ലോബൽ റാങ്കിങ്ങിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിൽ 5th റാങ്കാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനുള്ളത്. ഗ്രോത്ത് ഹൈലൈറ്റ്സ്. ഇയർലി 2025 ഇന്ത്യ ഒരു $1 trillion മാർക്കറ്റ് ക്യാപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഷെയർ ഹോൾഡ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് 3.8% to 4% ആണ്. ഇനി സൈസ് ഓഫ് ഇന്ത്യൻ F&O മാർക്കറ്റ് ആൻഡ് റാങ്കിങ് ദ വേൾഡ്. മന്ത്ലി ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ മാർച്ച് 2024 കാൽക്കുലേഷൻ പ്രകാരം $1.1 trillion ആണുള്ളത്. ആനുവൽ കോൺട്രാക്ട്സ് ട്രേഡ് ചെയ്തത് ഏറ്റവും കൂടുതൽ NSE അലോണിൽ മാത്രമായിട്ട് ഓവർ 125 ബില്യൺ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഡെയിലി F&O ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ 150 to 200 lakh crore, അതായത് 2 to 2.5 trillion എക്സീഡ് ചെയ്തിട്ടുണ്ട് NSEയും BSEയോട് ചേർന്ന്.
റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ആയാലും ഓവർ 1 crore പ്ലസ് ആക്റ്റീവ് ട്രേഡേഴ്സാണ് ഉള്ളത്. ഇനി ഗ്ലോബൽ റാങ്കിങ് ഓഫ് ഇന്ത്യൻ F&O മാർക്കറ്റാണ്. നമ്പർ ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്തതിൽ NSE ആണ്. അതിൽ നമുക്ക് വേൾഡിൽ നമ്പർ 1 റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2024 to 2025 ഗ്ലോബൽ ഇക്വിറ്റി ഓപ്ഷൻസ് വോളിയംസിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 80 to 90% ആണ്. അതുപോലെ തന്നെ വേൾഡിലെ ലാർജസ്റ്റ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ് NSE ബേസ്ഡ് ഓൺ ദ വോളിയം. പിന്നെ ഏപ്രിൽ 2024 ഗ്ലോബൽ ഇക്വിറ്റി ഡെറിവേറ്റീവ് ടേൺ ഓവർ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 81% ആണ്. പിന്നെ ലാസ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് F&O മാർക്കറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഇക്വിറ്റി മാർക്കറ്റിനെക്കാട്ടിയും 10 times ലാർജർ ആണ്. ബേസ്ഡ് ഓൺ ദ ഡെയിലി ടേൺ ഓവറിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം F&Oയുടെ പോപ്പുലാരിറ്റിയും ആ ലിക്വിഡിറ്റിയും. ഡെയിലി ടേൺ ഓവേഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിലാണ്. കാരണം മറ്റത് നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടൈം ഈസ് ബെറ്റർ, ബട്ട് വെൻ ഇറ്റ്സ് കം ടു ഷോർട്ട് ടൈം. അതുപോലെ തന്നെ ഇപ്പോൾ ഇക്വിറ്റിയിൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ നോക്കി നിൽക്കണം, മാർക്കറ്റ് കയറുവാണോ. അല്ലാതെ ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്ന ടൈമിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ടൈമിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്കിൽ വലിയൊരു അപ്പ് മൂവ് ഒന്നും കാണില്ല. പക്ഷേ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് യൂട്ടിലൈസ് ചെയ്യാം ബൈ യൂസിങ് ദീസ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. The remaining will explain Rajശ്രീ. Thank you, Adra. I will take it from here. Cash market and option അതിൻ്റെ ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. ക്യാഷ് മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ ബൈയും സെല്ലിങ്ങും ചെയ്യുന്നത് അതിൻ്റെ ആക്ച്വൽ സ്റ്റോക്കുകളാണ് നമ്മൾ ബൈയും സെല്ലിങ് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷനിലാകുമ്പോൾ നമ്മൾ ആ ഒരു അസറ്റിൻ്റെ റൈറ്റാണ് ഇവിടെ നമ്മൾ ബൈയും സെല്ലിങ്ങും ചെയ്യുന്നത് ഓപ്ഷനിലാകുമ്പോൾ. പിന്നെ എൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ബയേഴ്സ് ആക്ച്വൽ ഷെയർ ആണ് ഓൺ ചെയ്യുന്നത്. ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ആ കോൺട്രാക്റ്റാണ് ഓൺ ചെയ്യുന്നത്, ആ ഒരു അസറ്റല്ല നമ്മൾ ഓൺ ചെയ്യുന്നത്. പിന്നെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ക്യാഷ് മാർക്കറ്റിൽ ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ആണ്. ഓപ്ഷനിലാണെങ്കിൽ ഡയറക്റ്റ് ട്രാൻസാക്ഷൻ അല്ല, ബയേഴ്സിന് റൈറ്റേ ഉള്ളൂ, ഒബ്ലിഗേഷൻ ഇല്ല. ആതിര പറഞ്ഞ പോലെ നേരത്തെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് മാർക്കറ്റിലാണെങ്കിൽ നമ്മളൊരു സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണോ അത്ര തന്നെ നമ്മൾ പേ ചെയ്യണം. അതേസമയം ഓപ്ഷനിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺട്രാക്ട്സ് ഉണ്ട്, ആ കോൺട്രാക്ട്സിന് എത്രയാണ് ആ പ്രീമിയം വരുന്നത്. ഇപ്പോൾ ഒരു കോൾ ഓപ്ഷന് ഒരു 100 രൂപയാണ് പ്രീമിയം എങ്കിൽ ആ ഒരു 100 രൂപ അതിൻ്റെ ലോട്ട് സൈസ് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. അതേസമയം ഒരു സ്റ്റോക്കാണെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് ഫുൾ എമൗണ്ട് തന്നെ കൊടുത്ത് നമ്മൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ ലിവറേജ് എന്ന് പറയുന്നത് ക്യാഷ് മാർക്കറ്റിൽ ഇല്ല, ഓപ്ഷനിലാണെങ്കിൽ ലിവറേജ് വളരെ കൂടുതലാണ്. നമുക്ക് ഇപ്പം കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഒരു ഓപ്ഷൻ നമുക്ക് വാങ്ങുകയാണെങ്കിൽ ആ ഒരു പ്രീമിയം മാത്രം പേ ചെയ്താൽ മതി. വളരെ കുറച്ച് എമൗണ്ടിൽ തന്നെ നമുക്ക് ലാർജ് പൊസിഷൻസൊക്കെ എടുക്കാൻ പറ്റും. അതാണ് ഈ ഓപ്ഷൻസിൻ്റെ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക് എന്ന് പറയുന്നത് ക്യാഷ് മാർക്കറ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രത്തോളം കുറയുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ലോസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അതേസമയം നമ്മുടെ ഓപ്ഷനിലാണെങ്കിൽ ഓപ്ഷൻ്റെ പ്രീമിയം നമ്മൾ എത്രയാണോ വാങ്ങിയത് ഇൻറ്റു ലോട്ട് സൈസ്, ഇപ്പോൾ ഒരു 100 രൂപയ്ക്കുള്ള ഒരു കോൾ ഓപ്ഷൻ ഞാൻ വാങ്ങി ഇൻറ്റു ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ലോട്ട് സൈസ് എന്ന് 75, അപ്പം 7500 ആണ് അതിൻ്റെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ്റെ കേസിൽ ലോസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. പിന്നെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പം ക്യാഷ് മാർക്കറ്റിലാണെങ്കിൽ ഒരു ലോങ് ടേം ഗ്രോത്തിനും നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോക്ക് നമ്മളൊരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല റിസൾട്ട് വരുവാണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് കിട്ടാനുള്ള പോസിബിലിറ്റി നമുക്ക് കൂടുതലാണ്. അതേസമയം ഓപ്ഷനിലാണെങ്കിൽ അങ്ങനെയില്ല, പക്ഷേ നമുക്ക് പ്രോഫിറ്റ് വളരെ ഹയർ ആണ്. അത് നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിരിക്കും. അത് ഓപ്ഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബൈ ചെയ്ത് നമ്മൾ ആ ഒരു ഇൻഡെക്സിൻ്റെ മൂവ് അനുസരിച്ച് ഒരു കോള് ബൈ ചെയ്യുകയോ അങ്ങനെ നോക്കി നമുക്ക് ലാർജർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. എക്സ്പയറി എന്ന് പറയുന്നത് ക്യാഷ് മാർക്കറ്റിൽ എക്സ്പയറീസ് ഇല്ല. ഓപ്ഷൻസിലാണെങ്കിൽ ഒരു ഫിക്സഡ് എക്സ്പയറീസ് ഉണ്ട്, മന്ത്ലി ഉണ്ട്, വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയൊക്കെ ആണെങ്കിൽ വീക്ക്ലി ഉണ്ടായിരുന്നു, ഇപ്പം മന്ത്ലി മാത്രമേ ഉള്ളൂ. സെൻസെക്സും അതുപോലെ ഉണ്ട്. പിന്നെ പർപ്പസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മൾ ക്യാഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ്, ട്രേഡ് ചെയ്യാനുമാണ് നമ്മൾ ക്യാഷ് മാർക്കറ്റ് നമ്മൾ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതേസമയം ഓപ്ഷൻ ആണെങ്കിൽ കൂടുതൽ നമ്മൾ ഹെഡ്ജ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ആ സ്റ്റോക്കിൻ്റെ ലോസിലോട്ട് പോകണമെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ വാങ്ങാം. പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത് നമ്മൾ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ വാങ്ങുന്നതാണ് പുട്ട് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലോസ് മിനിമൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ അടുത്ത ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓപ്ഷൻ എഗെയിൻസ്റ്റ് ക്യാഷ് മാർക്കറ്റാണ്.
അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുത്തായിരിക്കണം നമ്മൾ സ്റ്റോക്ക് വാങ്ങേണ്ടത്. അതേസമയം ഓപ്ഷനിലാണെങ്കിൽ അങ്ങനെയല്ല, ആ ഓപ്ഷൻ്റെ പ്രീമിയം മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ് പൊസിഷൻസൊക്കെ നമുക്ക് ഓപ്ഷൻസിൽ എടുക്കാൻ പറ്റും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹെഡ്ജിങ് ടൂളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഓപ്ഷൻ ആകുമ്പോൾ കൂടുതൽ നമ്മൾ ഹെഡ്ജിങ് ആണ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്കിലൊരു വലിയ ലോസ് വരികയാണെങ്കിൽ നമുക്കത് ഓപ്ഷൻ ആണെങ്കിൽ ഒരു ഹെഡ്ജ് ചെയ്ത് ആ ലോസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ബോത്ത് മാർക്കറ്റ് ഇറങ്ങുമ്പോഴാണെങ്കിലും കയറുമ്പോഴാണെങ്കിലും നമുക്ക് ഓപ്ഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം സ്റ്റോക്ക് നമുക്ക് ഇൻട്രാഡേ മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ, ലോങ് ഹോൾഡ് ചെയ്ത് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് സെല്ല് ചെയ്തോ അല്ലെങ്കിൽ ബൈ ചെയ്തോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. മാർക്കറ്റിൻ്റെ 2 മൂവ്മെൻറ്റിലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഓപ്ഷൻസിൽ നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ സ്പ്രെഡ്സ്, സ്ട്രാഡിൽസ്, സ്ട്രാങ്കിൾസ് ഇനിയും ഒത്തിരി ഉണ്ട്. ഇതെല്ലാം ഓരോ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ പിന്നെ എന്താണ് ഓപ്ഷൻസിലാകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ക്യാപിറ്റൽ മതി. അത് സ്റ്റോക്കിലാണെങ്കിൽ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ ഒരുപാട് ക്യാപിറ്റൽ വേണം. ആ സ്റ്റോക്കിൻ്റെ വാല്യൂ തന്നെ നമ്മൾ വാങ്ങണം. അതേസമയം ഓപ്ഷനിലാണെങ്കിൽ ആ പ്രീമിയം മാത്രം മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു കോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓപ്ഷൻസിൽ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഈ പറയുന്ന പോലെ സ്റ്റോക്സിനാണെങ്കിൽ എക്സ്പയറി ഡേറ്റ്സോ അങ്ങനെയില്ല, ഓപ്ഷൻസിനാണെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു സാധനം ഒരു ഓപ്ഷൻ വാങ്ങിയാലും അതിൻ്റെ പ്രീമിയം എക്സ്പയറി അടുക്കും തോറും അതിൻ്റെ പ്രീമിയം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഓപ്ഷൻസിന് കൂടുതലാണ്. പിന്നെ ടൈം ഡി കെ ഒക്കെ ഈ എക്സ്പയറി അടുക്കും തോറും ഈ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടൈം ഡി കെ എന്ന് പറയുന്നത് ഓപ്ഷനിൽ വളരെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയം ബയേഴ്സിനെ സംബന്ധിച്ച് ടൈം ഡി കെ എന്ന് പറയുന്നത് ലോസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ടൈം ഡി കെ ബയേഴ്സിന് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സെല്ലേഴ്സിന് കൂടുതലാണ്. ഓപ്ഷൻ ബയേഴ്സിനാണെങ്കിൽ വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം മാത്രം പേ ചെയ്താൽ മതി. ഓണർഷിപ്പ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്സിലാണെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്നത് ആക്ച്വൽ സ്റ്റോക്സിനെയാണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ ആക്ച്വൽ സ്റ്റോക്കല്ല ഓൺ ചെയ്യുന്നത്, ആ ഒരു കോൺട്രാക്റ്റാണ്. പിന്നെ ഈ ഇമോഷണൽ പ്രഷേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ ലിവറേജ് വളരെ കൂടുതലാണ്. കുറച്ച് ഒരു പ്രീമിയം വാങ്ങിച്ച് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതി എല്ലാവരും കയറി ട്രേഡ് ചെയ്യും. പിന്നെ ഈ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഒരു പാനിക് ഡിസിഷൻ എടുക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജ് ഈ ഓപ്ഷൻസിൻ്റെ. പിന്നെ സെബി റിപ്പോർട്ടാണ് ഈ ഒരു എഫ്&ഒയുടെ കഴിഞ്ഞ ഒരു 3 വർഷം ആയിട്ടുള്ള ഒരു 91% എടുത്തോളം കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഓപ്ഷൻസ് ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ 93%. പെർ ട്രേഡർ വെച്ച് നോക്കുകയാണെങ്കിൽ 1.2 lakhs ഈ കഴിഞ്ഞ ഈ ഫിനാൻഷ്യൽ ഇയറിലും കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു 2 lakh ഓവർ 2 lakh ലോസാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ മെയിൻ കാര്യം നമ്മളൊരു ഗൈഡൻസ് ഇല്ലാതെ ഓപ്ഷൻ്റെ ട്രേഡ് ചെയ്യുന്നതും പിന്നെ ഈ ലിവറേജ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി ഒരു ഓപ്ഷനിൽ നമ്മൾ എൻട്രി ആവുകയും പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ലോസ് ഒക്കെ ഉണ്ടാകുന്നത്. നമ്മളൊരു ഓപ്ഷൻ ട്രേഡിൽ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ അതിനൊരു ഡീപ്പ് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരാവൂ. ഒരു 7 to 9% മാത്രമാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. അതിലും 1% മാത്രമാണ് മോർ ദാൻ 1 lakh ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, ലിവറേജ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു പെട്ടെന്ന് ഈ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരു പാനിക് ഡിസിഷൻ എടുത്ത് പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാമല്ലോ, അങ്ങനെ ഒരു ഗൈഡൻസ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ലോസ് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്നത്. അടുത്ത ഇന്ത്യൻ എഫ്&ഒ ട്രേഡിംഗ് ഇൻ ഇന്ത്യൻ മാർക്കറ്റാണ്. മെയിൻലി നമ്മൾ ചെയ്യുന്നത് NSEയിലും BSEയിലാണ്. അത് റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ എഫ്&ഒ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി 50, സെൻസെക്സ്, പിന്നെ സ്റ്റോക്സ്, കറൻസി എക്സെട്ര. ഇന്ത്യൻ ഇൻഡെക്സൊക്കെ ക്യാഷ് സെറ്റിൽഡ് ആണ്. സ്റ്റോക്ക് ഓപ്ഷൻസ് പറഞ്ഞാൽ ഫിസിക്കലി സെറ്റിൽഡ് ആണ്. പിന്നെ ഈ ഓപ്ഷൻസ് എല്ലാം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്ക്ലി ആൻഡ് മന്ത്ലി എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റി മന്ത്ലി മാത്രമേ എക്സ്പയറി ഉള്ളൂ. നിഫ്റ്റി ആണെങ്കിൽ വീക്ക്ലി ഉണ്ട്. റീറ്റെയിൽ ഇപ്പോൾ നമ്മുടെ ഈ ഓപ്ഷനിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെയൊക്കെ പാർട്ടിസിപ്പേഷൻ ഒത്തിരി കൂടുന്നുണ്ട്. കൂടുതലും ഇപ്പോൾ ഓൺലൈൻ ട്രേഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉള്ളത്.
പിന്നെ സ്ട്രിക്റ്റ് മാർജിൻ റിക്വയർഡ് ആണ് ഏത് ബൈങ്ങിനാണെങ്കിലും സെല്ലിങ്ങിലാണെങ്കിലും. കൂടുതലും ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണ്, ഹെഡ്ജിങ്ങിനും സ്പെക്കുലേഷനും ഇൻകം ജനറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആണ് പറയുന്നത്. ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് യൂസ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന പല രീതികളെയാണ് നമ്മൾ ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഒരു കോമ്പിനേഷൻ ഓഫ് ഒരു ബൈയിങ്ങോ സെല്ലിങ്ങോ, നമുക്കൊരു കോള് ബൈ ചെയ്തോ അല്ലെങ്കിൽ ഒരു പുട്ട് ബൈ ചെയ്തോ അല്ലെങ്കിൽ കോള് മാത്രം ബൈ ചെയ്തോ അല്ലെങ്കിൽ ഒരു പുട്ട് മാത്രം ബൈ ചെയ്തോ പല രീതിയിലുള്ള ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ ഈ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ലോസ് മിനിമൈസ് ചെയ്യാനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഓപ്ഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്. അത് എന്താ, ലൈക്ലി ബൈയിങ് എ കോൾ ആവും അല്ലെങ്കിൽ കമ്പൈനിങ് മൾട്ടിപ്പിൾ ഓപ്ഷൻസും ആവാം, ഡിഫറെൻറ്റ് സ്ട്രൈക്കിലുള്ള ഓപ്ഷൻസ് വഴി ആവാം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. മെയിൻലി അത് യൂസ് ചെയ്യുന്നത് റിസ്ക് റിവാർഡ് കുറയ്ക്കാനും റിവാർഡ് കൂട്ടാനും റിസ്ക് കുറയ്ക്കാനും. അതുപോലെ തന്നെ ഓപ്ഷൻ സ്ട്രാറ്റജീസ് പല മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ബുള്ളിഷ് മാർക്കറ്റിൽ അതിൻ്റേതായ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, ബെയറിഷിനും ഉണ്ട്, ന്യൂട്രലിനും ഉണ്ട്. ഓപ്ഷൻ സ്ട്രാറ്റജീസ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. നല്ല വോളറ്റിലിറ്റി മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ടൈം ഡീക്കെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെല്ലേഴ്സിനാണെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇതിൽ 2 സ്ട്രാറ്റജീസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്, ഒരുപാടുണ്ട്. സമയക്കുറവ് കാരണം നമ്മൾ 2 സ്ട്രാറ്റജീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൽ ഞാൻ എടുക്കുന്നത് സ്ട്രാങ്കിൾസും അതിലെടുക്കുന്നത് അയൺ കൗണ്ടറും ആണ്. സ്ട്രാങ്കിൾസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ലോങ് സ്ട്രാങ്കിൾ ആൻഡ് ഷോർട്ട് സ്ട്രാങ്കിൾ. സ്ട്രാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്, അത് തന്നെ ലോങ് സ്ട്രാങ്കിളും ഉണ്ട് ഷോർട്ട് സ്ട്രാങ്കിളും ഉണ്ട്. സ്ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ് ബോത്ത് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ, ഒരു കോളും ഒരു പുട്ട് ഓപ്ഷനും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. അത് ഒരു സെയിം എക്സ്പയറിയിൽ ഡിഫറെൻറ്റ് സ്ട്രൈക്കിലാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു സ്ട്രാങ്കിൾസ് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലോങ് സ്ട്രാങ്കിൾ. ലോങ് സ്ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെയാണ്, നമ്മൾ ബൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ലോങ് സ്ട്രാങ്കിൾ. ലോങ് സ്ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നത് 2 ഓപ്ഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പുട്ടും ഒരു കോളും നമ്മൾ ബൈ ചെയ്യും. ബൈ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ആ പ്രീമിയം മാത്രം നമുക്ക് പേ ചെയ്താൽ മതി, വേറൊരു മാർജിൻ നമുക്ക് അവിടെ വരുന്നില്ല. പ്രീമിയം ഇൻറ്റു ആ ലോട്ട് സൈസ് എത്ര, ഇപ്പോൾ 100 രൂപയാണ് പുട്ടും കോളും ഓപ്ഷൻ നമ്മൾ വാങ്ങിയത് ആ ഒരു പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റു എത്രയാണ് ആ ലോട്ട് സൈസ് 75, അപ്പോൾ 7500 ആണ് നമ്മുടെ മാർജിൻ എന്ന് പറയുന്നത്. നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 7500 തന്നെ ആയിരിക്കും. അതാണ് ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ ഒരു പ്രത്യേകത. കൂടുതലും നമ്മൾ ഈ ലോങ് സ്ട്രാങ്കിൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് നല്ല വോളറ്റൈൽ മാർക്കറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഈ ഗ്രാഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ ബൈ ചെയ്യുന്നത് ഒരു കോൾ സ്ട്രൈക്കും ഒരു ഒ ടി എം കോള് നമ്മൾ ബൈ ചെയ്യുന്നു, ഒരു ഒ ടി എം പുട്ട് ഓപ്ഷനും നമ്മൾ ബൈ ചെയ്യുന്നു. ഈ 2 ഒരു ലെറ്റ്സേ ഇപ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങാൻ ഒരു 50 രൂപയാണ് ആയത്, പുട്ട് ഓപ്ഷൻ വാങ്ങാൻ 50 രൂപയാണ് ആയത്. അപ്പോൾ ടോട്ടൽ 100 ഇൻറ്റു എത്രയാണ് ലോട്ട് സൈസ് ഇപ്പം നിഫ്റ്റിയുടെ 75, അപ്പോൾ 75 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 7500. ആ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ആ പുട്ടും കോളും സ്ട്രൈക്കിൻ്റെ ആ മിഡിലായിരിക്കും ആ ഒരു എന്താണ് മാക്സിമം ലോസ് എന്ന് പറയുന്നത്. ഇതിനൊരു ബ്രേക്ക് ഈവൻ ഉണ്ട്. അപ്പർ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് ഞാൻ ലെറ്റ് അസ്യൂം 25,000 ഇപ്പം ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 24,500 ഞാൻ എടുത്തത് 25,000 സ്ട്രൈക്ക് വരുന്ന ഒരു കോൾ ഓപ്ഷനാണ് എടുത്തത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപ. 24,000 സ്ട്രൈക്ക് പ്രൈസ് വരുന്ന ഒരു പുട്ട് ഓപ്ഷന് അതിൻ്റെ റേറ്റ് 50 രൂപയാണ്. ഈ 2 സ്ട്രൈക്കിൻ്റെ കൂട്ട് ആഡ് ചെയ്യുമ്പോൾ 100 രൂപ. അപ്പം ആ 100 രൂപ പ്ലസ് ഈ നമ്മൾ ഏത് സ്ട്രൈക്കാണ് കോൾ ഓപ്ഷൻ എടുത്തത്, നമ്മൾ കോൾ ഓപ്ഷൻ ഞാൻ എടുത്തത് 25,000 കോൾ ഓപ്ഷനാണ്. ആ കോൾ ഓപ്ഷൻ പ്ലസ് നമുക്ക് എത്രയാണ് പ്രീമിയം പേ ചെയ്യേണ്ടത് 100 രൂപ. അപ്പോൾ 25,100 ആണ് ഈ കോളിൻ്റെ BIP എന്ന് പറയുന്നത്. കോളിൻ്റെ BIP എന്ന് പറയുന്നത്. പുട്ട് ഓപ്ഷൻ്റെ ആകുമ്പോൾ ഞാൻ എടുത്ത പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 24,000 മൈനസ് നമ്മൾ എത്രയാണ് പേയ്മെൻറ്റ് ചെയ്തത്, അതായത് അപ്പോൾ 23,900 ആണ് ലോവർ BIP എന്ന് പറയുന്നത്. ഈ BEPയുടെ ഇടയ്ക്കായിരിക്കും നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. ഈ BEP കട്ട് ചെയ്താൽ നമുക്ക് മാക്സിമം ലോസ് വരും. കൂടുതലും നമ്മളിത് എടുക്കുന്നത് മാർക്കറ്റ് അത്രയും നമ്മുടെ വ്യൂവിൽ മാർക്കറ്റ് അത്രയും വോളറ്റൈൽ ആണെങ്കിൽ മാത്രമേ ഇത് എടുക്കാവൂ.
അൺചേഞ്ച് ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റിലാണെങ്കിൽ ഇത് എടുക്കരുത്. റീസെൻ്റ്ലി ഞാൻ വാച്ച് ചെയ്തതാണ്, ഈ കഴിഞ്ഞ ഒരു തേഴ്സ്ഡേ നമ്മുടെ നിഫ്റ്റി രാവിലെ ഒരു 50 പോയിൻറ്റ്സ് ഇറങ്ങി, പിന്നെ ഒരു 100 പോയിൻറ്റ്സ് ഇറങ്ങി, അങ്ങനെ ഒരു 230 വരെ ഒരു 200 എബോവ് പോയിൻറ്റ്സ് ഇറങ്ങി. പിന്നെ ആ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് അത് റിക്കവറായി ഒരു 50 പോയിൻറ്റ്സ് വരെ റിക്കവറായി. അപ്പോൾ അത്രയും വോളറ്റൈലുള്ള മാർക്കറ്റിലൊക്കെ ഇത് ഈ ഒരു സ്ട്രാറ്റജി നല്ല രീതിയിൽ യൂസ്ഫുൾ ആകും. കാരണം എത്ര കയറിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കയറിയാലും ഇതിൻ്റെ ലോസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഈ ലോങ് സ്ട്രാങ്കിളിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് സ്ട്രാറ്റജിയാണ് ഷോർട്ട് സ്ട്രാങ്കിൾ. ഇവിടെ നമ്മൾ എന്താണോ ബൈ ചെയ്തത് ഇവിടെ നമ്മളത് സെല്ല് ചെയ്യുന്നു. ഇവിടെ ലോങ് സ്ട്രാങ്കിൾ നമ്മൾ ഒരു പ്രീമിയം പേ ചെയ്യുന്നു, അതാണ് നമ്മുടെ മാക്സിമം ലോസ്. ഇവിടെയാണെങ്കിൽ നമ്മൾ സെല്ലാണ് ചെയ്യുന്നത്, അപ്പോൾ ആ പ്രീമിയം നമുക്ക് കിട്ടുന്നു. അപ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും, ലോസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താ ഒരു അൺചേഞ്ച് മാർക്കറ്റിലാണ്. നമ്മൾ ചില ദിവസങ്ങൾ കാണാറുണ്ട്, ഒരു 50 പോയിൻറ്റ്സ് ഒക്കെ രാവിലെ ഇറങ്ങിയാൽ ഒരു 20 അങ്ങനെ ഒരു പോയിൻറ്റ്സിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. വളരെ ഒരു ചേഞ്ച് ഇല്ലാത്തൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ട്രാറ്റജിയാണ് ഈ ഷോർട്ട് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. സെയിം മറ്റേൻ്റെ ഒരു ഓപ്പോസിറ്റ് ഗ്രാഫാണ്. നേരത്തെ ലിമിറ്റഡ് ലോസ് എവിടെയായിരുന്നു, ഇവിടെ ഇതിൽ നമ്മൾ ലിമിറ്റഡ് പ്രോഫിറ്റാണ് അവിടെ വരുന്നത്. ആ ഒരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാൽക്കുലേഷൻ അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിൽ. ആ ഒരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് ക്രോസ് ചെയ്താൽ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം ഇത് സെല്ല് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആ ഒരു മിഡിൽ പോർഷൻ മാത്രമായിരിക്കും ഇതിൻ്റെ പ്രോഫിറ്റ്. താങ്ക് യു. നെക്സ്റ്റ് സ്ട്രാറ്റജി വിൽ ടേക്കൺ ബൈ മിസ് ആതിര. അയൺ കോണ്ടോർ എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞ സ്ട്രാങ്കിൾ സ്ട്രാറ്റജിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോഴാണ് അയൺ കോണ്ടോർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലോങ് സ്ട്രാങ്കിളിൻ്റെ കേസിൽ ഓക്കെയാണ്, നമ്മുടെ ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ബട്ട് ഇൻ ഷോർട്ട് സ്ട്രാങ്കിളിൽ അവിടെ ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതിനാണ് അയൺ കോണ്ടോർ എന്ന് പറയുന്നത്. അയൺ കോണ്ടോർ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ലോങ് അയൺ കോണ്ടോറും ഉണ്ട്, ഷോർട്ട് അയൺ കോണ്ടോറും ഉണ്ട്. അതിൽ ലോങ് അയൺ കോണ്ടോർ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ലോങ് സ്ട്രാങ്കിളിൽ എന്താ ചെയ്തത്, ഒരു ഓറ്റിയും പുട്ടും ബൈ ചെയ്തു, ഒരു ഓറ്റിയും കോളും ബൈ ചെയ്തു. അപ്പം അവിടെ ഉണ്ടാകുന്നത് നെറ്റ് ഡെബിറ്റ് ആയിരുന്നു, അതായിരുന്നു നമ്മുടെ മാക്സിമം ലോസ്. ലോങ് സ്ട്രാങ്കിൾ ഈസ് ഓക്കെ. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഹൈ വോളറ്റിലിറ്റിയിലുള്ള മാർക്കറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലോങ് അയൺ കോണ്ടോർ എന്ന് പറയുന്നത് നമ്മുടെ ലോങ് സ്ട്രാങ്കിളിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതാണ്, അതായത് ഒരു ഹെഡ്ജിങ് പോലെ വരുന്നതാണ് ലോങ് അയൺ കോണ്ടോർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഒരു ഓറ്റിയം പുട്ട് ബൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഫാർ ഓറ്റിയം പുട്ട് നമ്മളവിടെ സെല്ല് ചെയ്യുന്നു. അതുപോലെ ഒരു ഓറ്റിയം കോൾ ബൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഫാർ ഓറ്റിയം കോൾ അവിടെ സെല്ല് ചെയ്യുന്നു. ഈ കേസിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ പ്രോഫിറ്റും ലിമിറ്റഡ് ആണ്, ലോസും ലിമിറ്റഡ് ആണ്. ഇതാണ് ഒരു ലോങ് അയൺ കോണ്ടോറിൻ്റെ പേ ഓഫ് ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ലോങ് പുട്ട്, ഒരു ഓറ്റിയമിലെ ലോങ് പുട്ട് ബൈ ചെയ്യുന്നു, ഒരു ലോങ് കോളും ഓറ്റിയമിൽ ബൈ ചെയ്യുന്നു. അതേപോലെ ഒരു ഡിസ്റ്റൻസിൽ ഷോർട്ട് പുട്ടും ചെയ്യുന്നു, ഷോർട്ട് കോളും ചെയ്യുന്നു. മാർക്കറ്റ് ഈ രണ്ട് സ്ട്രൈക്കിന് ഇടയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടുത്തെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ആ പേ ചെയ്ത പ്രീമിയം ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റും മാക്സിമം ലോസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. മാക്സിമം ലോസ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ആ നെറ്റ് ഡെബിറ്റ് പേ ചെയ്തത് അതായിരിക്കും. പക്ഷേ മാക്സിമം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പ്രെഡ് മൈനസ് നെറ്റ് ഡെബിറ്റ് ആണ്. സ്പ്രെഡ് എന്ന് പറയുന്നത് ആ ഷോർട്ടും ലോങ്ങും തമ്മിലുള്ള കോള്, ഷോർട്ട് കോളും ലോങ് കോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ സ്പ്രെഡും പുട്ടിൻ്റെ സ്പ്രെഡും സെയിം ആയിരിക്കണം. ആ സ്പ്രെഡിൽ നിന്ന് നമ്മൾ നെറ്റ് ഡെബിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര മാക്സിമം പ്രോഫിറ്റ് ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഇതിൻ്റെ ഒരു സിനോറിയോ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം ലോസ് ആയിരിക്കും. ഇവിടെയും ലോങ് സ്ട്രാങ്കിളിലെ പോലെ ഒരു ബ്രേക്ക് ഇവൻ പോയിൻറ്റ്സ്, രണ്ട് ബ്രേക്ക് ഇവൻ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് അപ്പർ ബ്രേക്ക് ഇവൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ലോങ് കോൾ പ്ലസ് നമ്മുടെ നെറ്റ് ഡെബിറ്റ് ആണ്. ലോവർ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് ലോങ് പുട്ട് മൈനസ് നെറ്റ് ഡെബിറ്റ് ആണ്. ഇതിപ്പോൾ മാർക്കറ്റ് മൂവിങ് അപ്പാണ്. അതായത് ലോങ് കോൾ സ്ട്രൈക്കിനെക്കാട്ടി മുകളിലേക്ക് പോവുകയാണ്. മൂവിങ് അപ്പാണെങ്കിൽ ലോങ് കോളിനും ഈ ബ്രേക്ക് ഇവൻ പോയിൻറ്റിനും ഇടയ്ക്ക് നമ്മുടെ ലോസ് കുറഞ്ഞുറഞ്ഞു വരുവാണ്. ആഫ്റ്റർ ബ്രേക്ക് ഇവന് ശേഷം പിന്നെ നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുവാണ്. പിന്നെ എവിടെ നമ്മൾ ഷോർട്ട് കോളിൻ്റെ അവിടെ എത്തുമ്പം ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആവും. പിന്നെ എത്ര തന്നെ നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്താൽ നമുക്ക് ആ ഒരു മാക്സിമം പ്രോഫിറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അതേപോലെയാണ് മാർക്കറ്റ് മൂവിങ് ഡൗൺ ആണെങ്കിൽ ലോങ് പുട്ടിന് താഴേക്ക് മൂവ് ചെയ്യുവാണ് അണ്ടിൽ ബ്രേക്ക് ഇവൻ. ഇതിനിടയ്ക്ക് ലോസ് നമുക്ക് ലെസ് ആയിരിക്കും.
after the break even until short put the profit is increasing. After reaching the short put the profit will be the maximum profit. അതിനുശേഷം എത്ര തന്നെ മാർക്കറ്റ് ഡൗൺഫോൾ ചെയ്താലും നമുക്ക് ആ മാക്സിമം പ്രോഫിറ്റ് തന്നെ നമുക്ക് കിട്ടും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഷോർട്ട് സ്ട്രാങ്കിളിൽ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, എത്ര തന്നെ ലോസ് ഉണ്ടാകും. പക്ഷേ ആ ഷോർട്ട് സ്ട്രാങ്കിളിൽ നമ്മളൊരു ഹെഡ്ജസ്, അതായത് സെൽ OTM പുട്ട് കോള്, സെൽ OTM പുട്ടും സെൽ OTM കോളും, അതിന് ഹെഡ്ജസ് ആയിട്ട് നമ്മളൊരു 4 OTM പുട്ട് ബൈ ചെയ്യുന്നു, അതുപോലെ തന്നെ 4 OTM കോളും ബൈ ചെയ്യുന്നു. ഇവിടെ പ്രോഫിറ്റും ലോസും ലിമിറ്റഡ് ആണ്. അതായത് ഷോർട്ട് സ്ട്രാങ്കിൾ നമുക്ക് മാക്സിമം ലോസ് ഉണ്ടാവും, അതായത് അൺലിമിറ്റഡ് ലോസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ലിമിറ്റഡ് ആണ്. ഇവിടെ നമ്മൾ മാക്സിമം പ്രോഫിറ്റും മാക്സിമം ലോസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ നെറ്റ് ക്രെഡിറ്റ് ആണ്. എത്രയാണോ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് കിട്ടുന്നത് അതായിരിക്കും മാക്സിമം പ്രോഫിറ്റ്. എന്നാൽ മാക്സിമം ലോസ് എന്ന് പറയുന്നത് നേരത്തെ പോലെ സ്പ്രെഡിൽ നിന്ന് നെറ്റ് ക്രെഡിറ്റ് മൈനസ് ചെയ്താൽ മതി. ദിസ് വൺ ഈസ് ദ ഷോർട്ട് അയൺ കോണ്ടോർ പേ ഓഫ് ഗ്രാഫ്. നമ്മൾ ഷോർട്ട് സ്ട്രാങ്കിളിൽ കണ്ടു, ഈ ലൈൻ എന്ന് പറയുന്നത് നേരെ താഴോട്ടായിരുന്നു, അതായത് ലോസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ പിന്നെ ലോസ് നമുക്ക് ലിമിറ്റഡ് ആണ്. പിന്നെ എത്രത്തോളം അത്ര ലോസ് മാത്രമേ വരൂ. അതായത് ഷോർട്ട് പുട്ടും ഷോർട്ട് കോളും ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ആയിട്ടും ഉണ്ടാകുന്നത്. 2 ബ്രേക്ക് ഇവൻ പോയിൻറ്റ്സ് ഉണ്ട്. ബ്രേക്ക് ഇവൻ പോയിൻറ്റ്സ് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെയും ഡൗൺഫോൾ ആണെങ്കിൽ ഒരു ലോങ് പുട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മുടെ ലോസ് കുറയും. അതിനുശേഷം പിന്നെ എത്ര തന്നെ താഴോട്ട് പോയാലും നമുക്ക് ആ മാക്സിമം ലോസ് അത്ര തന്നെ കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ ലോസ് നമുക്ക് ഉണ്ടാകില്ല. അതുപോലെയാണ് മാർക്കറ്റ് മൂവിങ് അപ്പ്. ബ്രേക്ക് ഇവന് ശേഷം നമ്മുടെ ലോസ് ഇൻക്രീസ് ചെയ്യും. ആ ലോങ് കോളിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര തന്നെ മാർക്കറ്റ് മൂവിങ് അപ്പ് ആണെങ്കിലും നമുക്ക് ആ ഒരു മാക്സിമം ലോസേ ഉണ്ടാകത്തുള്ളൂ, അതിൽ കൂടുതൽ ലോസ് വരത്തില്ല. ഇതായിരുന്നു നമ്മുടെ 2 സ്ട്രാറ്റജീസ്. ഇനിയും ഇതുപോലെ എക്സാമ്പിൾസ്. ഓക്കെ, അതായത് ഇപ്പം മാർക്കറ്റ് ഇപ്പം 25,000 നിൽക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പം നമ്മളൊരു ഷോർട്ട് പുട്ട് ചെയ്യുന്നു, 24,000-ഉം 26,000-ഉം ഷോർട്ട് പുട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 500 ബിലോവിൽ നമ്മൾ ലോങ് പുട്ടും മേടിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ആ ബ്രേക്ക് ഇവൻ പോയിൻ്റ് കഴിഞ്ഞിട്ട് പിന്നെ എത്രത്തോളം ആ ലോങ് പുട്ടായിട്ടുള്ള ഇപ്പോൾ 24,500-ൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ എത്ര തന്നെ മാർക്കറ്റ് മൂവിങ് ഡൗൺ ആയാലും നമുക്ക് ആ ഒരു ലോസ് മാത്രമേ ഉണ്ടാവൂ. അതുപോലെയാണ് ഇപ്പോഴത്തെ കേസിലും നമ്മളൊരു ലോങ് കോൾ മേടിച്ചിരിക്കുമല്ലേ, പിന്നെ മാർക്കറ്റ് എത്ര മൂവ് ചെയ്താലും ആ ലോങ് കോൾ മേക്കിംഗ് ഈസ് പ്രോഫിറ്റ്, ബട്ട് ദ ഷോർട്ട് കോൾ ഈസ് മേക്കിംഗ് ലോസ്. സോ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പിന്നെ നമുക്ക് ആ പ്രോഫിറ്റ്, ആ ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും, അതിൽ കൂടുതൽ ലോസ് നമുക്ക് ഉണ്ടാകില്ല. അതായത് നമ്മളിവിടെ ക്യാപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ലോസും പ്രോഫിറ്റും, അതിൽ കൂടുതൽ പ്രോഫിറ്റും ലോസും നമുക്ക് കിട്ടില്ല ആണ് ചെയ്യുന്നത്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇപ്പം ബുള്ളിഷ് മാർക്കറ്റ് ആയാലും ബെയറിഷ് ആയാലും ന്യൂട്രൽ ആയാലും നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ പറയുന്നതായിരുന്നു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ കൂടുതൽ ലോസാണ് ഉണ്ടാകുന്നതെന്ന്. ഇപ്പം തന്നെ ഇപ്പോൾ ഷോർട്ട് അയൺ കൊണ്ടോർ കണ്ടു, നമ്മൾ ലോസും പ്രോഫിറ്റും നമ്മൾ ലിമിറ്റഡ് ആക്കുന്ന കണ്ടു. അപ്പോൾ അതുപോലെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, നമുക്ക് തീരുമാനിക്കാം നമുക്ക് എത്ര ലോസ് ഉണ്ടാവണമെന്ന്. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പം കൂടുതൽ എല്ലാവരും ഡെറിവേറ്റീവിലേക്ക് ഇറങ്ങണമെന്ന് ഇരിക്കുന്നു. താങ്ക് യു.